എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ ഇൻവിസിബിൾ മാൻ ആളാണെങ്കിൽ സോംബീസിനെ മുഴുവൻ കൂട്ടി നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പോ മാൻഷന്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവാണ്. അപ്പൊ ആ സോംബീസുകളുടെ എല്ലാവരുടെയും ഒരു ഹെഡിനെ കാണിക്കും. ആളാണെങ്കിൽ സോംബീസുകൾക്ക് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ട് ഇൻവിസിബിൾ മാന്റെ പിന്നാലെ പോകും. ഈ സമയം ഒരു വലിയ പന്നി പെണ്ണ് അവളാണെങ്കിൽ അതിമനോഹരമായി ഒരുങ്ങി നമ്മുടെ ഇൻവിസിബിൾ മാന്റെ അടുത്തേക്ക് വരും. ബേബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നാളായി കാത്തിരിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചൂടെ? ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ അത് കേട്ട് കലിയിളകും. അവളിപ്പോ ഒരു മിഷനിലാണ്. അത് കഴിഞ്ഞ് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാന്ന് പറയും. പക്ഷെ അവളാണെങ്കിൽ വിടാതെ അവനെ റൂമിൽ ലോക്ക് ചെയ്ത് ഇപ്പൊ റൊമാൻറ്റിക് ആയി അവന്റെ അടുത്തേക്ക് വരും. ഉടനെ അവൻ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്നെപ്പോലൊരു പന്നിയെ കല്യാണം കഴിക്കില്ല. കല്ലൊക്കെ തള്ളി നാവൊക്കെ നീണ്ട് വായൊക്കെ കേറിയിരുന്നാലും നീ ഒരു പന്നി തന്നെയാണ്. മാത്രമല്ല എന്നെപ്പോലെ ഒരു മോൺസ്റ്ററിനെ അല്ല എന്റെ കൺസെപ്റ്റിലുള്ളത്. എനിക്ക് വേണ്ടത് ഒരു സാധാ മനുഷ്യ സ്ത്രീയെ മാത്രമാണ്. സോ ദയവ് ചെയ്ത് നീ എന്റെ ഫീലിങ്സ് മനസ്സിലാക്കണം. അവളാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് വലിച്ച് രജിസ്റ്റർ ഫോമില് ഒപ്പിടിപ്പിക്കാൻ നോക്കും. പക്ഷെ അവൻ ഞൊടിയിടയില് കൈ തിരികെ വലിക്കും. സോ ജസ്റ്റ് മിസ്സിന് അവൻ രക്ഷപ്പെട്ടു. അവൾ വീണ്ടും അവനെ പിടിച്ചു വലിച്ച് അവന്റെ കൈയെടുത്ത് ആ രജിസ്ട്രേഷൻ ഫോമിൽ ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വീണ്ടും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അവൻ അവളോട് പറയും, ദയവ് ചെയ്ത് നീ ഒന്ന് കണ്ണാടിയിൽ നോക്ക്. നിന്റെ ഈ രൂപവും എന്റെ ഈ രൂപവും ഒരിക്കലും ചേരില്ല. മാത്രമല്ല ഓൾറെഡി നീ ഒരിക്കലും മരിച്ചതല്ലേ. ഇപ്പൊ നീ ഒരു സോംബിയാണ്. ഓരോ ദിവസം കഴിയും തോറും നീ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനവള് പറയും, എന്റെ ബോഡി ചീഞ്ഞളിഞ്ഞു പോയാലും എന്റെ സ്നേഹം അതോരോ മിനിറ്റ് കഴിയും തോറും കൂടിക്കൊണ്ടേയിരിക്കും. ഉടനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ ഇൻവിസിബിൾ മാൻ അവനിപ്പോ അവളെ പിടിച്ചു നിർത്തി പറയും, ഞാനൊരു കാര്യം നിന്നോട് സീരിയസ് ആയിട്ട് പറയാൻ പോവാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഓൾറെഡി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അവൾക്ക് ഞാൻ എന്റെ മനസ്സ് കൊടുത്തു. നീ അവളുടെ മനസ്സുകൂടെ എനിക്ക് കിട്ടുകയാണെങ്കിൽ അടുത്ത നിമിഷം ഞങ്ങൾ കല്യാണം കഴിക്കും. അവൾക്ക് വലിയ പവറൊന്നുമില്ല, പക്ഷെ കാണാൻ സുന്ദരിയാണ്. വലിയൊരു പൈലറ്റ് ടീമിലെ മെമ്പറാണെന്ന് പറഞ്ഞ് ഇപ്പൊ നാമിയുടെ ആ വാണ്ടഡ് പോസ്റ്റർ എടുത്ത് കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവള് ഷോക്കാവും. അവള് ദേഷ്യപ്പെട്ട് പറയും, ഒരു കാരണവശാലും ഇത് ഞാൻ നടക്കാൻ അനുവദിക്കില്ല. ഇവളെ എന്ത് വില കൊടുത്തും ഞാൻ തട്ടും. അതിനുശേഷം നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഫോഴ്സില് അവള് പൊടിയൊക്കെ പടർത്തി അവിടുന്ന് ഓടുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലൂഫിയും ടീമും അവരാണെങ്കിൽ ആ മാൻഷന്റെ ഓരോ ഭാഗത്തൂടെ കയറി ഇറങ്ങി നടക്കുകയാണ്. അവിടെ എവിടെയും തന്നെ നമ്മുടെ ആൾക്കാരുടെ പൊടി പോലും കാണാനുണ്ടാവില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ആ ഗക്കോ മുറി ആയിരിക്കോ ഒരു പക്ഷെ നമ്മളെ ഇവിടേക്ക് എത്തിച്ചത്? സാഞ്ചിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഫ്രാങ്കി പറയും, ഇത്രയും വലിയൊരു പൈററ്റ് വാർലാഡ് അദ്ദേഹം മറ്റുള്ളവരുടെ ഷാഡോസ് അതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും അതിലെന്തോ വലിയൊരു സീക്രട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രാങ്കി ആ പന്നിയോട് അതിനെക്കുറിച്ച് ചോദിക്കും. ആ പന്നി പറയും, ദയവ് ചെയ്ത് എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്, എനിക്ക് ആക്ച്വലി ഒന്നും അറിയില്ല. ഉടനെ ലൂഫി അവ ക്യാഷ്വലായിട്ട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഗക്കോ മുറിയോ അവനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി. അവന്റെ ചന്തിക്ക് തന്നെ 4 പെട കൊടുത്ത് എല്ലാ സത്യവും ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. മാത്രമല്ല അവൻ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ ഷാഡോസും ഞാൻ തിരിച്ചു പിടിച്ച് അതാത് ആൾക്കാർക്ക് കൊടുക്കും. ഉടനെ ആ പന്നിപ്പയ്യൻ പറയും, ഓൾറെഡി നിങ്ങളുടെ ഫ്രണ്ട് അവനെ ഇപ്പോ വാർലാഡ് തല്ലിക്കൊന്നിട്ടുണ്ടാവും. നിങ്ങളും ഇപ്പൊ മരണത്തിലേക്ക് തന്നെയാണ് നടന്നെടുക്കുന്നതെന്ന് പറയും. സോറോയ്ക്കാണെങ്കിൽ ഇപ്പൊ പുറകിൽ എന്തോ ഒരു ശബ്ദം കേൾക്കും. അവൻ തിരിഞ്ഞു നോക്കും, പക്ഷെ അവിടെ ആരും ഉണ്ടാവില്ല. സോറോ ആണെങ്കിൽ വലിയ കാര്യമൊന്നും ആക്കാതെ അവിടുന്ന് കടന്നു പോകും. അവര് പോയി കഴിയുമ്പോ 2 കണ്ണുകള് അങ്ങനെ തിളങ്ങും. കട്ട് ചെയ്ത ആ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ അവളുടെ സർവന്റിനെ വിളിച്ച് എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അതേസമയം ആ 2 കുഞ്ഞന്മാര് അവരാണെങ്കിൽ ആ ഒരു പെട്ടിയായിട്ട് ഉഷാറായിട്ട് ഓടും. അങ്ങനെ ഓടി വരുമ്പോ അവറ്റകൾ രണ്ടും കാല് തട്ടി താഴെ വീഴും. പെട്ടി തെറിച്ച് വീഴുമ്പോ ഇപ്പൊ ചോപ്പറിന് അവന് ചെറുതായിട്ട് ബോധം വീഴും. അവൻ കണ്ണു തുറന്ന് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ആ കുഞ്ഞു 2 മുയലുകള് അവർ കത്തിയുമായിട്ട് ചോപ്പറിന് വെട്ടാൻ ഓടി അടുക്കുന്നത് കാണാം. ചോപ്പർ ഞൊടിയിടയില് അവന്റെ സൈസ് വലുതാക്കി ആ 2 മുയലുകളെയും ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം നാമിയെയും ഉസോപ്പിനെയും അവർ 2 പേരെയും വിളിച്ചുണർത്തും. ഉസോപ്പാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വലിയ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ആ സാമുറായി അവനാണല്ലേ നമ്മൾ അറ്റാക്ക് ചെയ്തത്. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവനെല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടത്. ആക്ച്വലി ആ വില്ലൻ സ്ക്വാഡ് തിരിച്ചു പിടിച്ചാണ് ഇവരെ വെട്ടിയത്. അതുകൊണ്ട് ഇവർക്ക് ജീവൻ നഷ്ടമായില്ല. ഉസോപ്പിനും നാമിക്കും ചോപ്പറിനും അവർക്ക് 3 പേർക്കും ബോധം വീണെന്ന് മനസ്സിലാക്കിയ ആ അണ്ണാമാര് അവർ 2 പേരും ഇപ്പൊ ഉഷാറായിട്ട് അകത്തേക്ക് ഓടും. അപ്പൊ ദൂരത്തായിട്ട് അവരൊരു ബിൽഡിംഗ് കാണും.
അവർ ഓടി വന്ന് ആ ബിൽഡിംഗ് ചെക്ക് ചെയ്യും. ഇപ്പോഴായിരിക്കും നാമി പറയാ ഈ ബിൽഡിങ്ങിനും ആ മാൻഷനും ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത്. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ വളരെ വിയേർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചോപ്പർ ഉസോപ്പും ഇപ്പൊ നാമിയോട് ചോദിക്കും, നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? അതിന് നാമി അവളാണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. നാമിയുടെ ചിന്തയും നിപ്പൊക്കെ കാണുമ്പോൾ ഉസോപ്പ് കരുതും അവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എന്തോ ഒരു വഴിയാണ് അവൾ ആലോചിക്കുന്നതെന്ന്. പക്ഷെ നാമി ഇപ്പോഴും ആലോചിക്കുന്നത് ആ സോംബി പറഞ്ഞ കാര്യമാണ്. ഇവിടെ എവിടെയോ അവർ ട്രഷർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെവിടെയായിരിക്കും എന്നായിരിക്കും അവളിപ്പോ കാര്യമായിട്ട് ചിന്തിക്കുക. കട്ട് ചെയ്താ ചോപ്പറിനാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോ ഒരു സ്മെല്ലടിക്കും. ചോപ്പർ ചുറ്റും നോക്കും, പക്ഷെ അവിടേക്ക് ആരും വരുന്നതായിട്ട് അവന് കാണാൻ കഴിയില്ല. ഉസോപ്പ് ആണെങ്കിൽ നാമിയോട് പറയും, നാമി ഇനി നീ ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിനു മുൻപേ ആരെങ്കിലും ഒക്കെ ചേർന്ന് നമ്മളെ തല്ലിക്കൊല്ലും. സോ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് നാമി പറയും, രക്ഷപ്പെട്ടു പോവാം, പക്ഷേ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ ആ ട്രഷർ മുഴുവൻ അങ്ങനെ ഇമാജിൻ ചെയ്യും. അതിന് ഉസോപ്പ് നാമിയോട് പറയും, നമ്മൾ തിരികെ പോവുകയാണെങ്കിൽ ആ സാമുറായി നമ്മളെ തല്ലിക്കൊല്ലും. ഇനി അതല്ല, മുൻപിൽ കാണുന്ന ആ ബിൽഡിങ്ങിലേക്ക് പോയാ ഇതിലും വൃത്തികെട്ട എന്തെങ്കിലും ക്രീച്ചേഴ്സ് അവിടെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സോ ഇതിലൂടെ രക്ഷപ്പെടുന്നു പറഞ്ഞ് അവരെങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും കുറച്ച് പെൻഗ്വിൻസ് അവരുടെ മുൻപിലൂടെ നടന്നു പോകുന്നത് കാണാം. ഉടനെ ആ പെൻഗ്വിൻസ് നമ്മുടെ ആൾക്കാരെ തിരിഞ്ഞു നോക്കും. അവരുടെ ഫേസ് ആണെങ്കിൽ പട്ടിയെ പോലെയും പൂച്ചയെ പോലെയൊക്കെയാണ്. അവരുടെ തൊട്ടു പിന്നാലെ വൈൽഡ് സോംബീസുകൾ അവറ്റകൾ ഒരുപാടെണ്ണം അങ്ങനെ ക്യൂ ആയിട്ട് വന്ന് നിൽക്കും. ഉടനെ രണ്ട് ടീമും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ചോപ്പർ ആണെങ്കിൽ അവന്റെ ജയന്റ് ബോഡിയിലേക്ക് മാറി എല്ലാവരെയും അവൻ തല്ലി ഓടിക്കും. ഉടനെ അതിൽ ചില സോംബീസ് ഇപ്പൊ ചോപ്പറിനെ കളിയാക്കും, നീ ആക്ച്വലി മനുഷ്യനാണോ അതോ മൃഗാണോ? അതിന് ചോപ്പർ പറയും, ഞാനൊരു റെയിൻഡിയറാണ്. അത് കേട്ട അവറ്റകൾ ചിരിക്കും. അവര് പറയും, ഓ അങ്ങനെയാണോ, അപ്പൊ നിനക്കും ഞങ്ങളുടെ ടീമിൽ ചേർന്നൂടെ? പക്ഷെ ചോപ്പർ ആണെങ്കിൽ അവ കാലുമടക്കി അവറ്റകളെ മുഴുവൻ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവർ പൊരിഞ്ഞ അട്ടയിടി ബഹളം. ഉസോപ്പാണെങ്കിൽ നിലവിളിച്ചു പറയും, നാമി എവിടെയെങ്കിലും സേഫ് ആയിട്ട് പോയി ഒളിച്ചിരിക്കെ, ഇവറ്റകളുടെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. ഉസോപ്പും അവനെ കൊണ്ട് പറ്റും പോലെ ചെറിയ ചെറിയ ആനിമൽസ് ഒക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഒരു കങ്കാരു ആണെങ്കിൽ നമ്മുടെ ഉസോപ്പിനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചും തല്ലുകയാണ്. അതേസമയം നാമി അവൾ ആരുടെയും കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു പോകാനായി ആ കാട്ടിലൂടെ മുട്ടിലഴഞ്ഞു പോകും. ഒരു കൊമ്പ് വെച്ച പട്ടിക്കുട്ടി അവളുടെ അടുത്തേക്ക് വരും. അതിനെ കണ്ട് പേടിച്ച് അവൾ 100-110 ഇവിടെ ഉസോപ്പാണെങ്കിൽ കുറെ ഇടിയൊക്കെ വാങ്ങിയെങ്കിലും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ കങ്കാരുവിൽ നിന്ന് ദൂരേക്ക് മാറും. അതിനുശേഷം ഉസോപ്പും ഇപ്പൊ നാമിയുടെ പിന്നാലെ തന്നെ ഓടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പുകൾ അത് കയറി ഇറങ്ങി ഓടിക്കൊണ്ടേയിരിക്കും. നാമി ആണെങ്കിൽ ഉസോപ്പിന്റെ കൈ പിടിച്ച് ദൂരെയുള്ള ഒരു തോണിലേക്ക് എടുത്തു ചാടും. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ആ കങ്കാരു തോണിലൂടെ എടുത്തു ചാടി അവരുടെ അടുത്തേക്ക് വരാണ്. അതങ്ങനെ ഓടിച്ചാടി ഉസോപ്പിന്റെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും അവൻ ആ ഗോലി ഉപയോഗിച്ച് അതിനെ അടിച്ച് തെറിപ്പിക്കും. പക്ഷെ എന്താ, അവർ നിന്ന് ആ തൂണ് അത് തകർന്ന് രണ്ടുപേരും താഴേക്ക് പോവാണ്. ഇവിടെ ചോപ്പറിനാണെങ്കിൽ ഒരു പരിധി വരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ട ആനിമൽസ് ആണ് അവനെ വട്ടവിട്ട് ഇടിക്കുക. കറക്റ്റ് ടൈം ഉസോപ്പും നാമിയും അവർ രണ്ടുപേരും ആ സോംബീസിന്റെ മുകളിലേക്ക് അട്ടിച്ചു വീഴും. ഉസോപ്പിന് അപ്പോഴായിരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരിക. ഗ്രേവ് യാർഡിൽ വെച്ച് ഉസോപ്പ് നാമിയെ രക്ഷിച്ചത് ഫയർ പവർ വെച്ചിട്ടാണ്. ഫയർ കണ്ട ഒരിക്കലും സോംബീസ് അതിന്റെ അടുത്തേക്ക് വരില്ല. അടുത്ത നിമിഷം ഉസോപ്പ് അവനാണെങ്കിൽ ഉപയോഗിച്ച് അവറ്റകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഫയർ കണ്ട് പേടിച്ച് ഒരുപാട് ആനിമൽസ് അവിടുന്ന് ഓടും. പക്ഷേ ചില വലിയ വലിയ ആനിമൽസ് അവറ്റകളാണെങ്കിൽ ഇരുമ്പ് റാഡ് ഗോളമൊക്കെ ഉപയോഗിച്ച് ചോപ്പറിനെയും ഉസോപ്പിനെയും അറഞ്ചം പുറഞ്ഞ തല്ലാണ്. അപ്പൊ ഒരു കണ്ടാമൃഗത്തിന്റെ ഫേസുമായി വേറൊരു ജയന്റ് അതൊരു വാളെടുത്ത് ഇപ്പൊ നാമിയെ വെട്ടാനായിട്ട് വരും. ഉടനെ ആ പെൻഗ്വിന് അതാണെങ്കിൽ ഇപ്പൊ അവനെ ചവിട്ടി താഴെയിടും. ആ പെൻഗ്വിൻ പറയും, ഇവൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാരണവശാലും അവളെ ഇപ്പൊ കൊല്ലാൻ പാടില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഷോക്കാവും, ഇതെന്താ സംഭവിക്കണേ, ഈ പെൻഗ്വിൻ എന്തിനാ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ ചിന്തിച്ച് നമ്മുടെ ആൾക്കാര് അങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ മാൻഷൻ കാണിക്കും. അവിടെ നമ്മുടെ ആൾക്കാര് അവരിപ്പോ വലിയൊരു പ്രശ്നത്തിലാണ്. അത് മറ്റൊന്നുമല്ല, ആദ്യം സാഞ്ചിയെ കാണാതായ പോലെ ഇപ്പൊ സോറോയെ കാണാനില്ല.
അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് 2 കണ്ണുകള് അവരെങ്ങനെ തുറച്ചു നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.